മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനെതിരെ ഇതുപോലെ ഒരുപാട് ശത്രുക്കൾ പയറ്റി നോക്കിയതാണ്. നമ്മളെ പോലെ ഇന്നത്തവന്മാരെ പോലെയല്ല. അവർ വല്ലാത്ത കഴിവുള്ളവരായിരുന്നു. അവർ നൈമിഷിക കവികളായിരുന്നു. പടച്ചവനെ അബൂജഹലും ഉത്ബത്തും ശൈബയും മുഗീറയൊക്കെ വല്ലാത്തവരായിരുന്നു. അങ്ങനെയുള്ളവർ തന്നെ ഒരുപാട് പരാജയപ്പെട്ടു പോയെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഒരിക്കലും ഇതെല്ലാം അവസാനിച്ചു പോകും. ഇതിനൊക്കെ ഒരു മറയാണ്. ഇതൊക്കെ പൊട്ടി തകർന്നു പോകുന്ന ഒരു സമയമുണ്ട്. അത് കാരണം അല്ലാഹുവിന്റെ ദീനാണല്ലോ. ഈ ദീനിന്റെ പ്രകാശം തകർക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രഭാഷണം കേൾക്കുന്നവരോട്, മക്കളെ, പട്ടി കടന്ന് റോഡിൽ കടന്ന് കുരയ്ക്കുമല്ലോ. ചിലരൊക്കെ അതിനെ കല്ലെടുത്തെറിഞ്ഞോടിക്കും. എത്രയോ കള്ളുകുടിയന്മാർ റോഡിൽ കടന്ന് ചീത്ത വിളിക്കുന്നുണ്ട്. ഭ്രാന്തന്മാരെന്തൊക്കെയോ പറയുന്നുണ്ട്. പറഞ്ഞവരുടെ തൊണ്ടയിലെ വെള്ളം തീരുമ്പോ മിണ്ടാതെ പോകും. അതുകൊണ്ട് നമ്മളതിന് മറുപടി പറയലല്ല, അത് വലുതായിട്ട് ഷെയർ ചെയ്യലല്ല, അത് സ്റ്റേജ് കെട്ടി ഇങ്ങനെ പറഞ്ഞ് അത് ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് എത്തിക്കലല്ല, അത് കത്തിച്ചവൻ തന്നെ കെടുത്തിക്കളയുന്നൊരവസ്ഥയിലേക്ക് അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളലാണ് നല്ലത്. നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന പ്രതികാരം എന്തെന്നറിയുമോ? നമുക്ക് ഹലാലായത് കഴിക്കാൻ, അല്ലാഹുവിലേക്ക് മടങ്ങാൻ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ. ഇങ്ങനെയാണ് നമ്മൾ ദീനിന്റെ ശിആറുകളെ മുറുകെ പിടിക്കണം. അല്ലാഹു എന്താണോ പറഞ്ഞത് അത് ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി അനുസരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ എല്ലാം തകർന്നു പോകുമെന്ന് ചരിത്രങ്ങളാ പഠിപ്പിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ആ മുസ്ലിമായവരെ തന്റെ വീട്ടിലിരുത്തിയിട്ട് പ്രബോധനം കൊടുക്കുകയാ. 3 പേരും അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ അകത്താണ് താമസിക്കുന്നത്. فبعث النبي صلى الله عليه وسلم بعث فخرج فيه أحدهما. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ പറഞ്ഞപ്പോ ഈ 3 പേരിൽ ഒരാൾ കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പോയിട്ട് അവിടെ അനുവാദം ചോദിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ യുദ്ധത്തിന് പോകാൻ അനുവാദം കൊടുത്തു. ഈ മനുഷ്യൻ അവിടെ യുദ്ധക്കളത്തിൽ പോയി ഷഹീദാവുകയാ. ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പടച്ചവനെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കി. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, യുദ്ധക്കളത്തിൽ പോയാൽ ഷഹീദായാൽ എന്താണ് പ്രതിഫലമെന്ന് മുത്തുനബിയോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു പിടിച്ച വാളുമായിട്ട് സ്വഹാബത്തിന്റെ കൂടെ രണാങ്കണത്തിലേക്ക് കടന്നുപോയി. ആ മനുഷ്യൻ അവിടുന്ന് ഷഹീദാവുകയാണ്. 2 പേര് അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലുണ്ട്. അതാ കുറെ നാൾ കഴിഞ്ഞു. പിന്നെയും പ്രവാചകൻ യുദ്ധത്തിന് തയ്യാറെടുക്കാൻ പറഞ്ഞപ്പോൾ അവരിൽ 2ാമത്തെ മനുഷ്യനുണ്ടല്ലോ, ആ 2ാമത്തെ സ്വഹാബിയും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് അനുവാദം ചോദിച്ചു. പടച്ചവനെ യുദ്ധക്കളത്തിലേക്ക് പോയി 2ാമനും ഷഹീദായി. പടച്ച റബ്ബേ, 3ാമത്തെ മനുഷ്യനുണ്ടല്ലോ, അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലാണ്. പടച്ചവനെ അവിടെ ഇങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോ സാധാരണ ഒരു മനുഷ്യൻ മരിക്കുന്നത് പോലെ വിരിപ്പിൽ കിടന്നു മരിക്കുകയാ. ആ മനുഷ്യൻ വിരിപ്പിൽ കിടന്നു മരിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബി അവിടെന്ന് പറയുകയാണ്, സുമ്മമാത സാലിസുൻ അലാ ഫിറാശിഹി. 2 പേര് യുദ്ധക്കളത്തിൽ പോയി മരിച്ചു. അതാ ഒരാൾ വിരിപ്പിൽ കിടന്നു മരിച്ചു. 3 പേരും ഒരുമിച്ച്
ഒരുമിച്ചാണ് മുസ്ലിമായത്. അവിടെ മഹാനവറുകൾ പറയുകയാണ്, തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. തന്റെ വീട്ടിലേക്ക് കടന്നു വന്ന ആ 3 മുസ്ലിമീങ്ങളെ കുറിച്ചൊരു സ്വപ്നം കാണുകയാണ്. എന്തേ കാണുന്നതെന്നറിയുമോ? വറഅയ്തുല്ലദീ മാത ഫീ ഫിറാസിഹി അമാമഹും വറഅയ്തുല്ലദീ ഉസ്തുശ്ഹിദ ആഖിറ ലയാലിഹി. മഹാനായ തൽഹ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നൊരു സ്വപ്നം കാണുകയാണ്. അല്ലാഹുവേ, കാണുന്ന സ്വപ്നം എന്തെന്നറിയുമോ? ഇവര് 3 പേരും സ്വർഗത്തിന്റെ മുന്നിൽ നിൽക്കുകയാ. ഒരുമിച്ച് കടന്നു വന്ന് ഷഹീദായ 2 പേര് ഷഹീദായി, ഒരാൾ വിരിപ്പിൽ കടന്നു മരിച്ചു. ഈ 3 പേര് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഈ അവസാനം വിരിപ്പിൽ കടന്ന് മരിച്ച മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെയാണ് ഒന്നാമത് സ്വർഗത്തിലേക്ക് കടത്തിവിടുന്നത്. പേരിൽ ഏറ്റവും അവസാനം വിരിപ്പിൽ കടന്നു മരിച്ച മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ അല്ലാഹു ഒന്നാമത് സ്വർഗത്തിലേക്ക് കടത്തിവിടുകയാ. പടച്ചവനെ, രണ്ടാമത് കടക്കുന്നത് ആ രണ്ടാമത് മരിച്ച മനുഷ്യനാണ്. ഏറ്റവും അവസാനം ഈ 3 പേരുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്നത് ഒന്നാമത് മരിച്ച മനുഷ്യനാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത പ്രയാസമായി അവിടെന്ന് ചെല്ലുന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ശുഹദാഇന് മുമ്പേ സ്വർഗത്തിൽ കടന്ന മനുഷ്യന് ഏറ്റവും അവസാനം മരിച്ച സ്വഹാബിയാ. അവിടുത്തെ സംഭവം ഇങ്ങനെ പറയുകയാണ്. നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, 2 പേര് ഷഹീദായി, ഒരാള് വിരിപ്പിൽ കടന്നു മരിച്ചു. പക്ഷെ ആദ്യം സ്വർഗത്തിൽ പോയത് വിരിപ്പിൽ കടന്ന് മരിച്ചവനാ. ഷഹീദല്ലേ പോണ്ടേ? പറമനുഷ്യ, ഷഹീദല്ലേ ആദ്യം സ്വർഗത്തിൽ പോണ്ടേ? പക്ഷെ ഇവിടെ പോയത് ആരാ? വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് മരിച്ചവൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞു, കാരണം ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ഒന്നാമത് മരിച്ചുപോയി. ആ മനുഷ്യൻ ഒരുപാട് നിസ്കരിക്കാൻ പറ്റിയില്ല, ഒരുപാട് ദിക്ർ പറയാൻ പറ്റിയില്ല, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല ആ മനുഷ്യൻ. രണ്ടാമത് മരിച്ചവന് അവന് കുറച്ചു ചെയ്യാൻ പറ്റൂ. പക്ഷെ ഈ വിരിപ്പി കിടന്ന് മരിച്ച മനുഷ്യനോ, ആ മനുഷ്യൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ആയുസ് നീണ്ടോ, ഒരുപാട് ദിക്റുകളും ദുആകളും ഖുർആനും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ മനുഷ്യനെക്കാളും മുമ്പേ സ്വർഗത്തിലേക്ക് അല്ലാഹു കടത്തിവിട്ടത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നേരത്തെ മരിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് പ്രായം അങ്ങോട്ട് പോകുമ്പോൾ അത്രയും നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു, ഒരുപാട് ദിക്റുകളും മറ്റുള്ള കാര്യങ്ങളും ചെയ്യാൻ കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്നതിനേക്കാളും പ്രതിഫലം നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആഫിയത്തുള്ള ദീർഘായുസിന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു 3 സ്വലാത്തൊന്ന് എഴുന്നേറ്റ്, ഒരു ക്ഷീണം വരും. എഴുന്നേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഇത്രയും പറഞ്ഞതാ. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനോട് പരിശുദ്ധമായ ദീനിന് കാവൽ നിൽക്കുന്ന സ്വഹാബത്തിന്റെ പ്രതിഫലം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കാവൽ നിൽക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, യുദ്ധക്കളത്തിൽ പോയി കാവൽ നിൽക്കാൻ, ഇസ്ലാമിന് വേണ്ടി കാവൽ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ നബിയേ, ഞങ്ങളിൽ പലർക്കും അതിന് കഴിഞ്ഞില്ലല്ലോ നബിയേ. അതുകൊണ്ട് ആ പ്രതിഫലം കിട്ടാനുള്ള വഴികൾ എന്തെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ,
3 നന്മകൾ ആരെങ്കിലും ചെയ്താൽ, 3 നല്ല കാര്യം ആരെങ്കിലും ചെയ്താൽ പടച്ചവനെ അവനെ പ്രതിഫലം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ അതിലെ 1ാമത്തെ വിഭാഗം ഏതായിരുന്നു? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വുളുവെടുക്കാൻ പ്രയാസമുള്ള സമയത്ത്, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് സൂക്ഷ്മതയോടുകൂടി വുളുവെടുക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹു ഈ പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുത്തു, നമസ്കരിക്കാൻ പള്ളിയിലേക്ക് നടന്നു പോകുന്ന ചുവട്ടടി, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? യുദ്ധക്കളത്തിലെ സ്വഹാബികളെ ശത്രുക്കൾക്ക് എതിരെ കാവൽ നിൽക്കുകയാ, അവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. പള്ളിയിലേക്ക് നമസ്കരിക്കാൻ നടന്നു പോകുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, മൂന്നാമത്തെ വിഭാഗമാരായിരുന്നു? 3 വിഭാഗമാണ് പഠിച്ചത്. 1, നല്ല രീതിയിൽ ഉളുവെടുക്കുക, ഏറ്റവും തണുപ്പുള്ള സമയത്തും പച്ചവെള്ളത്തിൽ ഉളുവെടുക്കുക. ഏത് പ്രയാസത്തിന്റെ സമയത്തും നല്ലതുപോലെ ഉളുവെടുക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കാവൽ നിന്നവർ, അതിന്റെ പ്രതിഫലം ഞാൻ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിന് കിട്ടുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു. അപ്പൊ ആ പ്രതിഫലം അള്ളാഹു കൊടുക്കും ഉളുവെടുക്കുന്നവർ. 2, പള്ളിയിലേക്ക് നടന്നു വരുന്നവർ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3, ചൗക്കണ്ണം മിണ്ടാതിരിക്കണേ. 3 പറചങ്ങാതി. രാവിലെ മുതൽ വൈകുന്നേരം മറ്റേ കിതാബ് വായിച്ചട്ടെ, വൈകിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഏതാ? അവസ്ഥ. 3ാമത്തെ ആരായിരുന്നു? ഓർമ്മയുണ്ടോ? സുബ്ഹാനല്ലാഹ്, വെടികൊണ്ടതുപോലെ ഇരിക്കുക. ഷാജിയണ്ണ, അൻസാരി ആരായിരുന്നപ്പാ 3ാമത്? ഖുറാനി നോക്കിയിരുന്ന ഇബാദത്തിന്റെ കൂലിയാ കാക്ക. 3 നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക. ഒരു വഖത്ത് നമസ്കാരം കഴിഞ്ഞു. ഇപ്പൊ ക്ലാസ് കൂടുതലാകുന്നു, നിർത്തണമെന്നാണ് അർത്ഥം. ഇതിന്ന് മനസ്സിലാക്കേണ്ടത് ഒരുപാട് കൂടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാസത്തിൽ 1 ക്ലാസ് ആക്കേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം ഒരുപാട് കേട്ടിട്ട് കളഞ്ഞ അടി വേറെ കൂടുതലിട്ടുണ്ട്. വെറുതെ വലി കിടക്കണ പാമ്പിനെ എടുത്ത് തോളി വെക്കണ പോലെ ഈ കേട്ടിട്ട് നമ്മളിത് ചെയ്യുന്നില്ലെങ്കിൽ അതിലൂടെ അടുത്ത അടി എക്സ്ട്രാ ഇല്ലേ? അങ്ങനല്ലേപ്പാ? കേട്ട് കൂടിക്കഴിഞ്ഞാലും ചെയ്തില്ലെങ്കിൽ ഉസ്താദെ എനിക്ക് അറിയത്തില്ലായിരുന്നു, അല്ലാഹു അലം, അത്ര തന്നെ. ചിലര് പറയും ഞാൻ ക്ലാസ്സിനും പോയിട്ടില്ല, എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് അടി കുറവാ. കേട്ടിട്ട് ചെയ്യാതിരുന്ന അതിനേക്കാളും കൂടുതൽ കിട്ടും. അല്ലാഹു കാക്കുമാറാകട്ടെ. 3, പള്ളിക്കകത്തൊരു വഖത്ത് നമസ്കാരം കഴിഞ്ഞു. അടുത്ത വഖത്ത് പ്രതീക്ഷിക്കുക, അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക. മഗ്രിബിന് പള്ളിയിൽ വന്നു, മഗ്രിബ് നമസ്കാരത്തിന് പള്ളിയിലേക്ക് കടന്നു വന്നു. അല്ലാഹുവേ, നമസ്കാരം കഴിഞ്ഞു, പക്ഷേ തിരിച്ചിറങ്ങി ഓടുന്നില്ല. അതേ നിസ്കാര പായിലിരിക്കുകയാണ്. അടുത്ത നമസ്കാരം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാ. എന്തായാലും വന്നല്ലോ പടച്ചവനെ, ഇനി ഞാൻ ഇവിടെ നിന്ന് എന്റെ വീട്ടിലേക്ക് പോയാൽ ഇശായിക്ക് പിന്നെയും വരണമല്ലോ, അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കാം. നിസ്കാര പായിലിരുന്നു. അല്ലാഹുവേ, മഗ്രിബിന്റെ സുന്നത്ത് നമസ്കാരങ്ങൾ കഴിഞ്ഞു. വല്ലാത്ത പ്രതിഫലമാണ്, വല്ലാത്ത പ്രതിഫലമാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, 12 വർഷത്തെ ഇബാദത്തിന്റെ കൂലി. എത്ര വർഷത്തെ ഇബാദത്തിന്റെ കൂലി? എന്ത് ചെയ്താല്? മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ പള്ളിക്കകത്തിരിക്കുക. ആ മനുഷ്യൻ അവ്വാബി നിസ്കാരം. ഏത് നിസ്കാരം ഉണ്ടോ? അങ്ങനെ ഒരു നിസ്കാരം ഉണ്ടോ? അവ്വാബി നിസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു നിസ്കാരം ഉണ്ടോ? പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരണോ? അവ്വാബി നമസ്കാരം അത്തായ അമ്മ അത്താക്ക പണ്ട് നിന്നങ്ങട്ട് നിസ്കരിക്കും. എന്താ തറാവി നിസ്കരിക്കണോ നമ്മൾ ചിന്തിക്കത്തില്ലേ? ഇതെന്ത് സുന്നത്താ? 6 റക്അത്ത് 2 റക്അത്ത് വീതം 2 റക്അത്ത് വീതം നമ്മളൊക്കെ നിസ്കരിക്കാറുണ്ട്. നമ്മളല്ല, പഴയ ആൾക്കാർ നിസ്കരിക്കാറുണ്ട്. 12 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ
ഇദാ ജാഅ തബ്ബത് യദാ ഖുൽ ഹുവല്ലാഹ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. 6 സൂറത്തുകൾ. നീ ഇപ്പൊ സൂറത്ത് പറഞ്ഞ് എനിക്കറിയത്തില്ല എന്ന് അറിയണ ഓതിയാ മതി, നിർബന്ധമൊന്നുമില്ല. ഈ സൂറത്തുകൾ ഓതിയിട്ട് മഗ്രിബ് നമസ്കാരത്തിന്റെ നിസ്കാരം കഴിഞ്ഞു, സുന്നത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സംസാരിക്കാതെ ഈ 6 റക്അത്ത് നിസ്കരിക്കുന്നവൻ അവന് കിട്ടുന്ന പ്രതിഫലം അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 6 റക്അത്ത് പള്ളിയിലിരുന്ന് നിസ്കരിച്ചു. അപ്പൊ തന്നെ എത്ര സമയമായി? അത് കഴിഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു ദുആ ചെയ്തു. അപ്പൊ കുറെ സമയം പോയി. പിന്നെ കുറച്ച് സമയമുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി യാസീൻ ഓതാനുള്ള സമയമാണ്. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിലിരുന്നിട്ട് ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് യാസീൻ ഓതുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാസീൻ ഓതുമ്പോൾ മനസ്സിൽ എന്താണോ ചിന്ത, എന്തുദ്ദേശത്തിലാണോ നീ യാസീൻ ഓതുന്നത്, അതിന് അല്ലാഹു നിന്റെ ഉദ്ദേശം നടത്തി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതേ ഇരിപ്പിലിരുന്നു കൊണ്ട് യാസീൻ ഓതുകയാണ്. അത് കഴിഞ്ഞാൽ സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ വാഖിയയുടെ പ്രതിഫലം ഞാൻ പറയണ്ട. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ രോഗം പിടിച്ചിട്ട് കിടക്കുകയാണ്. മരണത്തിന്റെ വേളയിലാണ് കിടക്കുന്നത്. അല്ലാഹുവേ, പാവപ്പെട്ടവനാണ്. ആ സമയത്താണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കുറച്ച് സഹാബികൾ പിരിവെടുത്തിട്ട് പോവുകയാണ്. എല്ലാവരും കൂടെ ഒരു പൈസ എടുത്തു. എന്നിട്ട് രോഗം പിടിച്ച് കിടക്കുന്ന സ്വഹാബിയെ കാണാൻ പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ചാരത്ത് ചെന്നു. ആ പാവപ്പെട്ട സ്വഹാബിയുടെ കയ്യിലേക്ക് പടച്ചവനെ കൊണ്ടുപോയി കുറച്ചു പൈസ കൊടുക്കുകയാ. മക്കൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ലല്ലോ, പെൺമക്കളാണല്ലോ, നീ പാവപ്പെട്ടവനാണല്ലോ, നീ മരണപ്പെട്ടു പോയാ നിന്റെ മക്കളെ കെട്ടിക്കാൻ പൈസ വേണമല്ലോ. അല്ലാഹുവേ, കുറച്ചു പണം കൊണ്ടുവന്ന് കൊടുക്കുമ്പോ സ്വഹാബിയുടെ കണ്ണ് നിറയുകയാ. അവിടുന്ന് കരയുകയാണ്. അവിടുന്ന് ചോദിച്ചു, എന്തിനാ കരയുന്നത്? അല്ലാഹുവേ, മുത്തുനബി പറഞ്ഞത് ഓർമ്മയില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഓർമ്മയില്ലേ? എന്റെ മക്കളെ കുറിച്ച് എനിക്കൊരു പ്രയാസവുമില്ല. എന്റെ മക്കളെ എങ്ങനെ കെട്ടിക്കും, എന്റെ മക്കൾ എങ്ങനെ ജീവിക്കും, എനിക്കൊരു പേടിയുമില്ല. കാരണം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന പെൺമക്കളെ കുറിച്ച്, മക്കളെ എങ്ങനെ വളർത്തുമെന്ന് ഭയപ്പെടുന്ന എന്റെ മാതാപിതാക്കളോട് അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താ അല്ലാഹു ആ വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എങ്ങനെയാണ് പണ്ടിരുന്ന വാപ്പാമാര് കേറിക്കിടക്കാൻ കൊട്ടാരമില്ലാത്ത ഒരു ഓലശത്തിനകത്ത് കിടന്ന നിന്റെ വാപ്പയുണ്ടല്ലോ, എങ്ങനാ മോനെ നിന്റെ നിന്റെ സഹോദരിമാര് 5-6 പെൺമക്കളെ കെട്ടിച്ചത് എങ്ങനെയാണ്? പണ്ടുള്ള വാപ്പാമാര് 5-6 പെൺമക്കളൊക്കെ ഉണ്ടായിരുന്നു. ലോൺ എടുത്തിട്ടാ കെട്ടിച്ച്, സ്വർണം പണയം വെച്ചിട്ടാണോ കെട്ടിച്ച്, പിരിവെടുത്തിട്ടാണോ കെട്ടിച്ചത്? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെയാ കെട്ടിച്ച്? ആലിച്ചു നോക്ക്. പണ്ടുള്ള അത്താമാരൊക്കെ എങ്ങനെയാ തന്റെ പെൺമക്കളെ കെട്ടിച്ചത്? പള്ളിയിൽ നിന്ന് പിരിവെടുത്തിട്ടാ? ഏതെങ്കിലും സംഘടന കെട്ടിച്ചു കൊടുത്തതാ? അല്ലല്ലോ. എങ്ങനെ കെട്ടിച്ചു കൊടുത്ത്? കുഴിച്ചെടുത്തിട്ടാ? അല്ല. അവർക്ക് ഭയമില്ലായിരുന്നു. അതാ മനസ്സിലാക്കണ്ടേ. ഇന്ന് ആകെ ഉള്ളത് ഒരെണ്ണവാ. ഇപ്പോഴേ ടെൻഷൻ. എങ്ങനെ കെട്ടിക്കുമെന്ന് നമ്മൾ ടെൻഷൻ ആകുന്നു. പഴയവർക്ക് ടെൻഷൻ ഇല്ല. കാരണം ഉമ്മ വീട്ടിൽ ഇരുന്നിട്ട് മഗ്രിബ് കഴിയുമ്പോൾ ഖുർആൻ ഓതുമായിരുന്നു. സൂറത്തുൽ വാഖിഅ ഏത് വീട്ടിലോടുന്നു ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. സഹാബി പറയാ, എന്റെ മക്കൾക്ക് ഞാൻ വാഖിഅ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, എനിക്കൊരു പേടിയില്ല, എനിക്ക് പൈസ വേണ്ട, എന്റെ പെൺമക്കളെ കുറിച്ച് എനിക്ക് യാതൊരു ഭയവുമില്ല, ഞാൻ സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട്, എന്റെ മക്കൾ ഓതാറുണ്ട്.
എന്റെ മക്കൾ മഗ്രിബ് നമസ്കാരം കഴിയുമ്പോൾ ഓതാറുണ്ട്. അതുകൊണ്ട് എന്റെ മക്കളുടെ കാര്യത്തിൽ യാതൊരു ഭയവുമില്ല എന്നവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ വാഖിഅ. ഓതുന്ന ഭവനത്തിൽ ദാരിദ്ര്യമില്ല, ഓതുന്ന ഭവനത്തിൽ ദാരിദ്ര്യമില്ല. അല്ലാഹുവേ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. പേടിച്ച് വിറച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, ഇന്നലെ രാത്രി ഒരു അനുഭവം എനിക്കുണ്ടായി നബിയേ. പേടിച്ച് വിറച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് വിവരം ചോദിക്കുമ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് വിവരം ചോദിക്കുമ്പോ ഈ സ്വഹാബി പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നലെ ഞാൻ യാത്ര കഴിഞ്ഞു വരികയാണ്. പടച്ചവനെ, ഒരു യാത്രക്കാരനാണ്. യാത്രയിൽ ഇങ്ങനെ കടന്നു വരുമ്പോ രാത്രിയായി കഴിഞ്ഞപ്പോ വല്ലാത്ത ക്ഷീണം വന്നപ്പോ ഒന്ന് കിടക്കുന്നതിന് വേണ്ടി ഒരു തമ്പടിക്കുകയാണ്. അങ്ങനായിരുന്നല്ലോ പഴയ കാലഘട്ടങ്ങളിൽ. ഈ മനുഷ്യൻ ഒരു സ്ഥലത്ത് കിടക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് തമ്പടിക്കുകയാണ്. എന്നിട്ട് കിടന്നുറങ്ങുകയാണ്. നല്ല ഉറക്കത്തിലേക്ക് ചെല്ലുമ്പോ ആരോ ഖുർആൻ ഓതുകയാ, ആരോ ഖുർആൻ ഓതുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മനുഷ്യൻ പറയുന്നു, ആരോ ഖുർആൻ ഓതുന്നു. ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു, തമ്പിന്റെ പുറത്തിറങ്ങിയിട്ട് നാലു ഭാഗത്തും നടക്കുകയാണ്. ആരാണ് ഈ രാത്രി ഖുർആൻ ഓതുന്നത്? ആരാണ് ഈ രാത്രി ഖുർആൻ ഓതുന്നത്? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. പടച്ചവരെ, സൂറത്തുൽ മുൽക്കാണ് ഓതുന്നത്. അല്ലാഹുവേ, ഈ മനുഷ്യൻ അവിടെ നിന്ന് പുറത്തിറങ്ങി നോക്കി, ആരെയും കാണുന്നില്ല. രണ്ടാമതും വന്ന് കിടന്നുറങ്ങി. കുറച്ച് കഴിയുമ്പോ ഖുർആൻ ഓതുകയാണ്. മനുഷ്യൻ പിന്നെയും ഇറങ്ങി നോക്കാൻ തുടങ്ങി. പടച്ചവനെ, ആരെയും കാണുന്നില്ല. പിന്നെയും വിചാരിച്ചു തോന്നിയതായിരിക്കും. മൂന്നാമതും വന്ന് കിടന്നുറങ്ങി. ഉറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, അപ്പോഴും ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുകയാ. പടച്ചവനെ, മനുഷ്യന് മനസ്സിലായി ഇത് കേൾക്കുന്നത് എവിടെ നിന്നാണ്? പുറത്തു നിന്നല്ല, ഞാൻ കിടക്കുന്നതിന്റെ അടിയിൽ നിന്നാണ്. ആ മനുഷ്യൻ കിടക്കുന്നത് ഒരു ഖബറിന്റെ മുകളിലാ. അല്ലാഹുവേ, മുത്തുനബിയുടെ ചാരത്ത് ചെന്നിട്ട്, യാ റസൂലല്ലാഹ്, ഖബറിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്നത് കേട്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂല് തിരിച്ചു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇതൊക്കെയാണോ അത്ഭുതം? ഇതൊരത്ഭുതമാണോ? ഇതൊരത്ഭുതമാണോ? അല്ലാഹ്, ഏതെങ്കിലും ഒരു മനുഷ്യന് സൂറത്തുൽ മുൽക്ക് ഓതിയാ അവന്റെ 6 അടി മണ്ണിലെ പ്രകാശമാ. പായിപ്പാട് കള്ളികട ഖബർസാനില് എല്ലാവരും ഇറക്കി കിടത്തുമല്ലോ. ഖബറിന്റെ അകത്തേക്ക് ഇറക്കി കിടത്തിയിട്ട് പടച്ചവനെ 3 കെട്ടുകൾ അടിച്ചു മാറ്റുകയാണ്. 3 കെട്ടുകൾ അടിച്ചു മാറ്റുകയാ. എന്നിട്ട് കിബിലയുടെ ഭാഗത്തേക്ക് തിരിച്ചു കിടത്തി. എന്നിട്ട് പടച്ചവനെ പലകയെടുത്ത് നിരത്തുകയാ. ഖബറിന്റെ മുകളിൽ പലകയെടുത്ത് നിരത്തിയിട്ട് എവിടെയെങ്കിലും ഒരു വിടവുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ വിടവ് കൂടെ നമ്മൾ അടയ്ക്കും. ഇവിടെ എങ്ങനെ അടയ്ക്കൂലേ? എന്തെടുത്ത് അടയ്ക്കണേ? ഇവിടെ എങ്ങനെ പലക? ഞാൻ ഇതുവരെ ഖബറടക്കണ്ടിട്ടില്ല. ഇവിടെ ഇങ്ങനെ താഴേന്ന് അടക്കുവാണോ മുകളിലോ? മുകളിൽ സാധാരണ താഴേന്നല്ലേ ഇപ്പൊ അടക്കുക, അല്ലേ? അങ്ങനല്ലേ? ഇടത്തറയിലൊക്കെ അടക്കണം. അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഖബറിന്റെ അകത്തുനിന്ന് ഇങ്ങനെ വെച്ച് വരും. അതാണ് ഒരാൾക്ക് നല്ലവന്റെ ഇടിയത്തില്ല, എന്തോ ഇടിയാനാ, നല്ലപോലെ ഇടണം. ഞാനൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഖബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തനാപുരത്ത് ഇടത്തറയിലൊക്കെ പോകണം. അങ്ങനെ കറക്റ്റ് ഖബർ അറിയണമെങ്കിൽ മയ്യത്ത് വെച്ചിട്ട് ഇങ്ങനെ ആ താഴേന്ന് പലക ഇങ്ങനെ അടുക്കും. അതാ ഖബർ. എഴുന്നേറ്റിരിക്കാൻ കൈപൊക്കിയ തട്ടും പലകയിൽ. ഇപ്പോഴൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ സ്ലാവൊക്കെ ഇടുന്ന മുകൾ ഭാഗത്ത് ഇടിഞ്ഞു വീഴുന്നത് കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അത്തായൊക്കെ ഖബറിലിറക്കി വെച്ചിട്ട് താഴേന്ന് ആ മയ്യത്തിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ അടുക്കി വരും. ഇപ്പം മുകളിലല്ലേ എടുക്കണേ. അപ്പോഴാണ് ഖബർ ഒന്ന് കൈ ഇങ്ങനെ പൊക്കിയ തട്ടും, ഒന്ന് മുഖം ഇങ്ങനെ ആക്കി അപ്പ പലകയെ തട്ടും. അങ്ങനത്തെ ഖബറും. അള്ളാഹു നമ്മുടെയൊക്കെ മരണപ്പെട്ടു പോയവരുടെ ഖബറുടെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെ അടുക്കി വെച്ചിട്ട് എവിടെയെങ്കിലും ഒരു വിടക് വന്ന അപ്പ പച്ചില പറിക്കും.
ഇല പറിച്ചിട്ട് കാരണം എന്താ അടച്ചേക്കാൻ ഒരു തുള്ളി വെട്ടം ഇറങ്ങരുത്. എന്തിന്? ഒരൽപ്പം പോലും വെളിച്ചതിനകത്ത് ഇറങ്ങരുത്. ഹദീസിന്റെ കിതാബിൽ കാണാം, മയ്യത്ത് ഇങ്ങനെ നോക്കിക്കിടക്കുന്ന അല്ലാഹ് ഓരോ പലക എടുത്ത് വെക്കുമ്പോഴും പടച്ചവനെ വെളിച്ചം ഇങ്ങനെ അടയല്ലേ, ഓരോ പലക ഇങ്ങനെ പറക്കി വെക്കുമ്പോഴും സുബ്ഹാനല്ലാഹ് അവസാനത്തെ ആ പലക എടുത്ത് വെക്കുമ്പോ പടച്ചവനെ കഴിഞ്ഞില്ലേ സഹോദര, കഴിഞ്ഞില്ലേ? ഈ ഭൂമിയൊക്കെ കണ്ടുകൊണ്ട് ഈ പ്രകാശം കണ്ടുകൊണ്ട് നടന്ന മനുഷ്യൻ, ആ മനുഷ്യൻ അവസാനത്തെ പലകെടുത്ത് വെക്കുമ്പോൾ അല്ലാഹു അലം നെഞ്ചു പൊട്ടുന്നുണ്ടാകും. വെളിച്ചമില്ല. അവസാനം എവിടെങ്കിലും ഒരു വെളിച്ചത്തിനുണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ അടയ്ക്കും. കാരണം ഒരു വെട്ടം പോലും അതിനകത്ത് വേണ്ട. ഇരുള്, ആ ഖബർ മുഴുവനും ഇരുളായി. അല്ലാഹുവേ, എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണും വാരിയിട്ട് കല്ലും നട്ടിട്ട് നമ്മൾ പോകും. എന്തെന്ന് ചിന്തിക്ക്. അല്ലാഹു നമ്മുടെ മണ്ണറ മണിയറയാക്കി തരുമാറാകട്ടെ. സഹോദര, ആ 6 അടി മണ്ണിൻ്റെ അകത്ത് നിനക്കൊരു വിളക്ക് വേണ്ടേ? ഇങ്ങനെ നമ്മൾ ഇന്ന് വരെ കിടന്നിട്ടുണ്ടോ സഹോദര ഇരുട്ടത്ത്? പേടിയല്ലേ നമുക്ക് ഇരുട്ടത്ത് കിടക്കാൻ? അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇരുട്ടത്ത് കിടക്കാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നമ്മളൊക്കെ വീട്ടിൽ ഇരുട്ടത്ത് കിടന്നുറങ്ങും. സത്യത്തിൽ എങ്ങനെ കിടക്കരുതെന്നാ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വീട്ടിലൊക്കെ ഒരു 0 ബൾബെങ്കിലും വേണമെന്ന, ഒരു ചെറിയൊരു വെളിച്ചമെങ്കിലും വേണമെന്ന ബെഡ്റൂമിൽ. സത്യം ഒന്നോർത്താ അത് നല്ലതാ. കാരണം പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യാ? ഇരുട്ടാണെങ്കിൽ പിന്നെ ചവിട്ടിപ്പറക്കി ഒരു 0 ബൾബെങ്കിലും, ഒരു ചെറിയ വെളിച്ചം. അതൊക്കെ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ, പഴയ വീടുകളിലൊക്കെ ഇങ്ങനെ 0 ബൾബെങ്കിലും കാണും. ഇപ്പം അതും ഇല്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇല്ല, ഇപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാ ഒരു ഇരുട്ടത്ത് കിടക്കാൻ പാടില്ല എന്നാ. കാരണം പേടി. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വീട്ടിൽ 0 ബൾബുണ്ടോ? എവിടെ? ആ, ഇപ്പൊ പിന്നെ പലരും താഴെ വെച്ചിരിക്കണ കട്ടിലിനടിയിൽ. കാരണം കള്ളം കയറി കിടന്ന കാണാൻ. അല്ലാഹു സത്യത്തിലൊരു ബൾബ്. കാരണം ഞാൻ ഇപ്പോഴും ഒരു ഹദീസ് വായിച്ചപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ഇങ്ങനെ ലൈറ്റ് ചെറിയ വെളിച്ചമുണ്ടായിരുന്നു എന്നാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം വായിച്ചപ്പോൾ എവിടെയോ ഞാൻ വായിച്ചു ചെറിയ വെളിച്ചമുണ്ടായി. കാരണം അവരുടെ മണിയറയിലേക്ക് കടത്തിയപ്പം വിളക്കിന്റെ വെട്ടം താഴ്ത്തിയെന്ന ചെറിയ പ്രകാശം. കാരണം എന്തോ ഒരു മസല അറിയാത്തോണ്ടാണ് ഞാൻ പറയാത്ത. ഇത് ലൈവായതുകൊണ്ട്. കാരണം ക്ലിപ്പ് ഇവിടെ നിന്ന് എടുക്കുമെന്ന് അറിയില്ല. ഞാൻ ഈ അടുത്ത് മംഗലാപുരത്ത് വഴുതിന് പോയിട്ട് എന്ത് ജനമെന്നറിയോ. അൽഹംദുലില്ലാഹ് എങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ് പെട്ടെന്ന് മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ് മഴ വേണ്ടാന്ന് ഞാൻ ദുആ ചെയ്യൂല. കാരണം എന്തേ? അള്ളാഹിൻ്റെ അനുഗ്രഹമാണ്. അപ്പം ചോദിച്ചു മഴ പെയ്യുന്ന ഉറപ്പുണ്ടോ? ഒറ്റ പൊക്കെല്ലാം കൂടെ കൈവക്കി പെയ്യുമെന്ന്. 40 പേരല്ല, എല്ലാവരും കൈവക്കി മഴ പെയ്യുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ് എൻ്റെ മനസ്സ് പറയണത് പെയ്യില്ല എന്നാ. ഓരോ മനുഷ്യന്റെ ഈമാൻ പോലിരിക്കും. പക്ഷെ ആ പറഞ്ഞത് മാത്രം കട്ട് ചെയ്ത്. ഏത്? ആ പറഞ്ഞ ഒറ്റ പോയിന്റ്. എന്നിട്ട് അതിന്റെ താഴെ എഴുതി സിറാജുദ്ദീൻ കാസിമി മഴയ്ക്കെതിരായിട്ട്, അള്ളാഹിന്റെ റഹ്മത്തിനെതിരായിട്ട് പ്രസംഗിച്ചു. എഴുതിയിട്ട് ക്ലിപ്പ്. അല്ലാഹു അഅലം. ഇട്ടവന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. എന്നെ സ്വർഗത്തിൽ വിട്ട്. അത്ര എനിക്ക് പറയാനുള്ളൂ. ആ പറഞ്ഞത് മാത്രം കട്ട് ചെയ്തു. അതിന്റെ മുമ്പും ഇല്ല ശേഷവും ഇല്ല. വീടി കുറ്റി പോലെ അതിന്റെ മുമ്പും ശേഷവും ഇല്ല. എന്നിട്ട് ഇതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. അതുകൊണ്ട് എന്തെങ്കിലും പറയാം. അതാ ഞാൻ പറഞ്ഞത്, ഇതിന്റെ മസല എന്താണെന്ന് കറക്റ്റ് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്ത. അതെന്തോ കറാഹത്താണോ എന്തോ ഇങ്ങനെ എന്തോ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വീട്ടിലൊരു ചെറിയ വെളിച്ചം, ബെഡ്റൂമിനകത്ത് ഇരുളത്ത് കിടക്കരുത്. കാരണം നമുക്കങ്ങനെ കിടന്ന് ശീലമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യനെയാണ് പള്ളിപ്പറമ്പിൽ ഇറക്കി വെക്കുക. ഒരു വെളിച്ചം പോലുമില്ല. അള്ളാഹു നമ്മുടെ ഖബറിന്റെ അകത്ത് വെളിച്ചം നൽകുമാറാകട്ടെ. വെളിച്ചം വേണോ? പൈസ ഒന്നും മുടക്കണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 30 ആയത്തുള്ള ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ മുൽക്ക്. ആ സൂറത്തുൽ മുൽക്ക് ആരെങ്കിലും പാരായണം ചെയ്ത അവന്റെ ഖബറിന്റെ അകത്ത് ഈ ലൈറ്റിനെക്കാളും വെട്ടമായിരിക്കും. അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന ആ സൂറത്തുണ്ടല്ലോ, ഒരുപാടൊന്നുമില്ല
ഓർമ്മല്ല വാപ്പാ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2.25 പേജ് 30 ആയത്തുകളാണുള്ളത്. റസൂലുള്ളാഹിയുടെ മുന്നിൽ വന്നിട്ട് പേടിച്ചുകൊണ്ട് പറയുന്നു, നബിയേ, ഖബറിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്ന നബിയെ, അത്ഭുതമായിട്ട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അതിൽ അത്ഭുതമൊന്നുമില്ല, സൂറത്തുൽ മുൽക്ക് ഓതുന്നവൻ ഇതിനേക്കാളും അത്ഭുതമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു പ്രിയമുള്ളവര്, പണ്ടൊക്കെ ഉമ്മമാര് നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് മഗ്രിബ് കഴിയുമ്പോ സൂറത്തുൽ മുൽക്ക് ഓതുമായിരുന്നു. ആ 30 ആയത്തുകൾ ഓതുമായിരുന്നു. കാരണം അത് 6 അടി മണ്ണിലെ വെളിച്ചമാണ്, അത് 6 അടി മണ്ണിന്റെ അകത്ത് നിനക്ക് പ്രകാശമാണ്, അതുകൊണ്ട് നിനക്ക് പ്രയോജനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അത് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസമല്ല, സുബഹി നമസ്കാരത്തിൽ ഉസ്താദന്മാരെന്ന് ഓതുന്ന ഒരു സൂറത്തുണ്ട്. വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിൽ ഉസ്താദ് ഓതുന്ന ഒരു സൂറത്തുണ്ട്. ഏത് സൂറത്താ? പറഞ്ഞങ്ങാതി ഏത് സൂറത്താ? സൂറത്ത് സജദ. അതും ഒരുപാട് ആയത്തൊന്നുമില്ല, അതും 3 പേജേ ഉള്ളൂ. സൂറത്തു സജദ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യന് സൂറത്തുൽ മുൽക്കും സൂറത്തു സജദയും ഈ 2 അധ്യായങ്ങള് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയാ അവന് ഉംറ ചെയ്ത കൂലിയുണ്ടെന്നാണ്. മറ്റൊരു ഹദീസിൽ ഹജ്ജും ഉംറയും ചെയ്ത കൂലി. അല്ലാഹുവേ, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ സൂറത്തുൽ മുൽക്ക് തബാറകല്ലദി, അതുപോലെ സൂറത്തു സജദ, ഈ 2 അധ്യായങ്ങൾ ഓതുന്ന മനുഷ്യന് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് ഹദീസിൽ കാണാം. എല്ലാ ദിവസവും ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം കിട്ടിയവർ, എല്ലാ ദിവസവും ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം കിട്ടിയവർ, എന്റെ പ്രിയമുള്ളവരെ, ഇതിനേക്കാളും വലിയ പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ളവരെ, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിലെ കാര്യമാ പറയുന്നത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, ഇശാഇന്റെ ബാങ്ക് വിളിക്കാ സമയമായി, ഇശാഇന്റെ ബാങ്ക് വിളിക്കാ സമയമായി. പടച്ചവനെ, നിസ്കാരപ്പായിൽ വെറുതെ ഇരുന്നാൽ ഒരു അമലും നീ ചെയ്യണ്ട. ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കാരപ്പായിൽ ചുമ്മാതിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാദാമ ഫീ മുസല്ലാ അല്ലദീ സല്ലാ ഫീഹി മാ ലം യുഹദിസ് തഖൂൽ അല്ലാഹുമ്മഗ്ഫിർ ലഹു, അല്ലാഹുമ്മഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഇർഹംഹു. ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ ഓടല്ലേ വാപ്പാ, ഓടല്ലേ ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ, നമസ്കാരം കഴിഞ്ഞാൽ ഒരല്പനേരം നിങ്ങളെ മുസല്ലക്കകത്തിരിക്കണേ. തിരുതി കാണിക്കല്ലേ, തിരുതി കാണിക്കല്ലേ, എഴുന്നേറ്റ് ഓടല്ലേ നിസ്കാരപ്പായില. അവിടെ ഇരുന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ. ഫർള് നമസ്കരിച്ചിട്ട് ഒരു മനുഷ്യന് അതേ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കാതെ ദുആ ചെയ്ത അവന്റെ ദുആയിന് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞു തന്നത്. അതുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യൂ. നീ ദിക്ർ പറയാതെ ആ നിസ്കാരപ്പായിൽ മിണ്ടാതിരുന്നാൽ, നീ ദുആ ചെയ്തില്ലെങ്കിലും, നീ ദിക്ർ പറഞ്ഞില്ലെങ്കിലും, നീ ഖുർആൻ ഓതിയില്ലെങ്കിലും, ആ നിസ്കാരപ്പായിൽ ഇരിക്കുന്ന സമയത്തോളം അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ അല്ലാ. ഒരു 10 മിനിറ്റ് ഇരുന്നാൽ, നീ ഒന്നും ചെയ്യാതെ ദിക്ർ പറയാതെ നീ ചുമ്മാതെ നിസ്കാരപ്പായിലിരുന്നാൽ അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. നാഥാ, ഈ പാപപ്പെട്ടവന് പുറത്തു കൊടുക്ക് തമ്പുരാനെ.
പാപങ്ങൾ പുറത്തു കൊടുക്കല്ലാഹുവേ. പടച്ചവനെ കരുണ ചൊരിയ തമ്പുരാന്, നിന്റെ മുന്നിൽ ഇരിക്കുന്നവനല്ലേ അല്ലാ, പല പല പ്രയാസങ്ങളുള്ളവനാ അല്ലാ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവനാ അല്ലാ, രോഗിയാണല്ലാ, സമാധാനമില്ലാത്തവനാണല്ലാ, ഇവനോട് നീ കരുണ കാണിക്ക തമ്പുരാനെ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, പടച്ച റബ്ബിന്റെ ദീനിന് കാവൽ നിൽക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ? ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹുവാ പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ നിർത്തുകയാണ്, പത്തരയായി നിർത്തുകയാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പടച്ചവരെ സഹാബത്തൊക്കെ ഇരിപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ അവിടെ ഇരിക്കുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖാല ബൈനമാ ജിബ്രീലു ഖായിദുൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ തഖീല മിൻ ഖൗലിഹി ഫറഅസഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പ്രവാചകനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, അല്ലാഹുവേ ആകാശത്തൊരു ശബ്ദം കേൾക്കുകയാണ്, ആകാശത്തൊരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദമങ്ങ് കേട്ട് കഴിയുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തല ഉയർത്തുകയാണ്, ആകാശത്തേക്ക് തല ഉയർത്തുകയാണ്. പടച്ചവരെ അവിടുന്ന് തല ഉയർത്തിയിട്ട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ ശബ്ദം കേട്ടയുടനെ ആകാശത്തേക്ക് തല ഉയർത്തുകയാ, അത് കഴിഞ്ഞ് തല താഴ്ത്തുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഫഖാല ഹാദാ ബാബും മിനസ് സമാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, ശബ്ദം കേട്ടത് എന്തെന്നറിയുമോ നബിയേ? ആകാശത്തിലൊരു കവാടം തുറന്നു, ആകാശത്തിലൊരു കവാടം തുറന്നു. മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുകയാ, യാ റസൂലല്ലാഹ്, ആകാശത്തിലൊരു കവാടം തുറന്ന ശബ്ദമാണ് നബിയേ. ഒരു മലക്കിറങ്ങി വന്നു, ഒരു മലക്കിറങ്ങി വന്നു. എന്നിട്ട് അവിടുന്ന് സലാം പറയുകയാ. മുത്തുനബിയുടെ മുന്നിലിരിക്കുന്ന ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിന്റെ മുന്നിലേക്ക് ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു വന്നിട്ട് ഒരു മലക്ക് സലാം പറയുകയാ. എന്നിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, രണ്ട് പ്രകാശം കൊണ്ട് സന്തോഷ വാർത്ത പറഞ്ഞിരിക്കുന്നു നബിയേ. രണ്ട് പ്രകാശത്തിന്റെ സന്തോഷ വാർത്ത എന്റെ പ്രിയമുള്ളവരെ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുകയാ. നബിയേ, അങ്ങയ്ക്ക് മുമ്പുള്ള ഒരു പ്രവാചകനും കൊടുത്തിട്ടില്ല. അങ്ങയുടെ മുമ്പ് കടന്നു വന്ന ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള ഒരു പ്രവാചകന്മാർക്കും അല്ലാഹു കൊടുക്കാത്ത രണ്ട് പ്രകാശത്തെ കുറിച്ച് മലക്ക് സന്തോഷ വാർത്ത പറഞ്ഞിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ആ രണ്ട് പ്രകാശമേതാ? ലോകത്ത് കടന്നു വന്ന ഒരു പ്രവാചകന്മാർക്കും അവരുടെ അനുയായികൾക്കും കിട്ടാത്ത എനിക്ക് മാത്രം അല്ലാഹു നൽകിയ ആ രണ്ട് പ്രകാശമേതാണ് ജിബ്രീൽ? മുത്തുനബി ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അത് ഖുർആനിലെ രണ്ട് ആയത്താണ് നബിയേ.
അത് ഖുർആനിലെ 2 ആയത്താ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഈ പറയുന്ന 2 ആയത്തുകൾ നിങ്ങൾക്കൊന്ന് മുറുകെ പിടിക്കാൻ കഴിയുമോ? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങൾക്കറിയാത്ത ആയത്തല്ല, പച്ചവെള്ളം പോലെ അറിയുന്ന 2 ആയത്തുകള്. എന്റെ പ്രിയമുള്ളവരെ, ഇത് 2ഉം പ്രകാശമാണ്. ഇത് ഒന്നല്ലാഹുവേ, ഇത് മുറുകെ പിടിക്കുന്നവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഈ 2 ആയത്തുകൾ ഞാൻ പറഞ്ഞു തരാ. ഇതൊന്ന് മുറുകെ പിടിക്കാൻ കഴിയുമോ? ഇത് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിയുമോ? നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. കരുണക്കടലായ അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഖുർആനിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ പെടുത്തണേ നാഥാ. ഈ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതം പ്രകാശിപ്പിക്കണേ അല്ലാ. മരിച്ചു കിടക്കുമ്പോ ഞങ്ങളുടെ മുഖത്ത് പ്രകാശം തരണേ അല്ലാ. അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുത്ത്, നബിയെ ശബ്ദം കേട്ടത് എന്തെന്നറിയോ? ഒരു മലക്ക് വന്നിട്ട് അതാ ഒരു കവാടം തുറന്നു. ആകാശത്ത് നിന്നൊരു കവാടം തുറന്നിട്ട് ഒരു മലക്ക് സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് വരെ അങ്ങയുടെ മുമ്പുള്ള ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത ഒരു സമ്മാനം, 2 ആയത്തുകൾ. എന്നിട്ടത് പറഞ്ഞു, സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു. ഈ 2 ആയത്തുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ മുറുകെ പിടിക്കോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണേ. എല്ലാ ദിവസവും ഓതുന്നവരാണ് ഇത്. ഓരോ ദിവസവും മറക്കാതെ ഈ ഇരിക്കുന്ന സർവരും ഓതുന്നവരാണ്. പക്ഷേ ഇന്നു മുതൽ ഓതുമ്പോ ഈ മഹത്വം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഓതാ. അല്ലാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഓതൂല്ലേ? നിങ്ങൾ എല്ലാവരും ഓതണ തന്നെ, ഓതാത്തൊന്നുമല്ല. എല്ലാ ദിവസവും ഇന്നൊരു 10 വട്ടമെങ്കിലും ഓതിയിട്ടുണ്ടാവും. ഇന്നൊരു 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതിയിട്ടുള്ളതാണ് ഈ അധ്യായം. പക്ഷേ ഇനി ഓതുമ്പോ ഇതുകൂടെ മനസ്സിലാക്കിയിട്ട് ഓതണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതൂല്ലേ? ഉറക്ക ഇൻഷാ അല്ലാഹ്. എന്തേ പ്രതിഫലം? എന്തേ പ്രതിഫലം? സ്വർഗം വേണോ? സ്വർഗം വേണോ? വേണോ? വേണ്ടേ? വേണം. ഈ ഒറ്റ ആയത്ത് പിടിച്ചോ. ഈ ആയത്ത് മുറുകെ പിടിക്ക് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ഏതാണ് ഈ ആയത്ത്? ഏതാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിന്റെയും നിന്റെയും ഇടയിൽ ഒരേ ഒരു മറ. ഈ ആയത്താരാണോ ഓതുന്നത്, ഈ ആയത്താരാണോ ഓതുന്നത്, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മറയേ ഉള്ളെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെയും നമ്മുടെ ഇടയിലും ഒറ്റ മറയേ ഉള്ളൂ. എന്താ മറ? സ്വർഗത്തിൽ പോണെങ്കിൽ എന്ത് ചെയ്യണം? പറഞ്ഞങ്ങാതി നിസ്കരിക്കണമെന്നല്ലപ്പാ. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഇരുന്നോണ്ട് പോകാൻ പറ്റുമോ? ഊട്ടി പോയിട്ട് വരുന്ന പോലെ ഇല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മരിച്ചാലല്ലേ പോകാൻ പറ്റൂ? മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ? അപ്പം മരണം മരിക്കാ പോവാ, അത്രയേ ഉള്ളൂ. അതാ മനസ്സിലാക്കണ്ടേ. ഈ പറയുന്ന ഒരു ആയത്ത് ആരെങ്കിലും ഓതിയാൽ അവൻ മരിക്കുക, സ്വർഗത്തിൽ പോകാം, ഇത്രയേ ഉള്ളൂ. ഈ മരണം എന്ന് പറയുന്ന ഒരു തടസ്സം മാത്രമേ ഉള്ളൂ. മരിച്ചോണം, പൊക്കോണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? ഏതായത്ത്? ഏതായത്ത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആയത്തുൽ കുർസിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത ആ 2 പ്രകാരം
അവകാശം ഏതെന്നറിയുമോ? അത് ഒന്ന് ആയത്തുൽ കുർസിയാണ് നബിയേ, ഒന്ന് ആയത്തുൽ കുർസിയാണ് നബിയേ. അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ അതാ മരണമെന്ന ഒരു മറയല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, ആയത്തുൽ കുർസിയുടെ മഹത്വം അറിയുമോ? അന്നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇന്നല്ലാഹ കതബ കിതാബൻ ഖബല അൻ യഖ്ലുക السماوات والارض بألف عام انزل من آيتين ختم بها سورة البقرة ولا يقرآن فيه دار ثلاث ليال فيقربه الشيطان. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു ആകാശഭൂമിയെ സൃഷ്ടിക്കുന്നതിന് 2000 വർഷം മുമ്പ് ഒരു ഗ്രന്ഥം ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് 2 വചനങ്ങൾ, അവ രണ്ട് വചനങ്ങൾ ഉണ്ടായിരുന്നു. അത് പരിശുദ്ധമായ ഖുർആനിൽ കാണാം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലാഹു ഒരു കിതാബ് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2 ആയത്തുകളുണ്ട്. അതിനകത്ത് 2 ആയത്തുകളുണ്ട്. ആ 2 ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ കാണാം. ആ 2 ആയത്തുകൾ പരിശുദ്ധമായ ഖുർആനിൽ കാണാം. ആ ആയത്തുകൾ ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതിലെ 114 അധ്യായങ്ങളിൽ ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയുടെ അവസാന 2 ആയത്തുകളുണ്ടല്ലോ, അല്ലാഹുവേ, മുത്തുനബി പറയുകയാ, വീട്ടിൽ പൈശാചിക ഉപദ്രവമുള്ളവരുണ്ടല്ലോ, ശൈത്താനിന്റെ ശർറുള്ളവരുണ്ടല്ലോ, പടച്ചവനെ, ഉസ്താദിന്റെ അകത്ത്, വീടിന്റെ അകത്ത് വല്ലാത്ത പ്രയാസമാണ്, ശൈത്താനിന്റെ ഉപദ്രവമുണ്ടെന്ന് പറയുന്ന മനുഷ്യ, ഒരു മന്ത്രവാദിയെയും വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകണ്ട. ഒരാളെയും നിന്റെ വീട്ടിൽ മന്ത്രവാദം നടത്താൻ കൊണ്ടുപോകണ്ട. നിന്റെ വീടിന്റെ അകത്ത് പൈശാചിക ഉപദ്രവം മാറണോ? 5 പൈസയുടെ ചെലവില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചിലരൊക്കെ പറയാറുണ്ട്, ഉസ്താദേ, വീടിന്റെ അകത്ത് വരക്ക് പോക്കുണ്ടെന്ന്. എന്ത് പോക്ക്? പറ ഇല്ലേ? ചിലരൊക്കെ പറയുന്ന വീടിന്റെ അകത്ത് ആരോ വരുന്നുണ്ട്, പോകുന്നുണ്ടെന്ന്. എനിക്കറിയത്തില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതിനുവേണ്ടി കുറെ ആൾക്കാരെ കൊണ്ടുവന്നിരുന്ന് പൂജയൊക്കെ നടത്തുന്നവരുണ്ട്. ശൈത്താനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ എളുപ്പ വഴി ഞാൻ പറയാം. പൈസയുടെ ചിലവൊന്നുമില്ല, വല്ലതും ഉണ്ടെങ്കിൽ പള്ളിക്ക് കൊടുത്താൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പേടിയുണ്ട? ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഹദീസാ പറയണേ. ഞാൻ പറയുന്നത് ഹദീസ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇറാബ് തന്നെ വായിച്ചു തന്നത്. ഈ പറയുന്ന 2 ആയത്തുകൾ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ. ഈ 2 ആയത്തുകൾ 3 ദിവസം 3 രാത്രികളിൽ ഒരു വീട്ടിൽ പാരായണം ചെയ്യപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് 3 ദിവസം ഈ ആയത്തുകൾ പാരായണം ചെയ്താൽ, എൻ്റെ പ്രിയമുള്ളവരെ, ആ വീട്ടിലേക്ക് ശൈത്താൻ അടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഈ ആയത്തുകൾ ഏതെങ്കിലും വീടിന്റെ അകത്ത് എത്ര ദിവസം ഓടണം? എത്ര ദിവസം? 3 ദിവസം. നിങ്ങളൊന്ന് ഓതാൻ പറ്റുമോ നോക്കിക്കേ. പറ്റൂല. ഒരു ദിവസമെങ്കിലും മുടങ്ങും. കാരണം ശൈത്താൻ മുടക്കും. കാരണം അവന് താമസിക്കാൻ പറ്റൂല. വാടക തരാതെ അതിനകത്ത് കയറി കിടക്കല്ലേ? വാടക തരാതെ വീടിന്റെ അകത്ത് കിടക്കല്ലേ? ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് അവിടെ നിന്ന് കാണാം, സൂറത്തുൽ ബഖറ വലാ യുഖ്റആനി ഫീ ദാരി സലാസ ലയാലിൻ. ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് 3 രാത്രിയിൽ ഈ ആയത്തുകൾ പാരായണം ചെയ്താൽ അവിടെ നിന്ന് ശൈത്താൻ അടുക്കുകയില്ല, വീട്ടിലേക്ക് അടുക്കുക പോലും ചെയ്യില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, വലാ യുഖ്റആനി ഫീ ബൈത്തിൻ ഫയുഖ്റബഹു അശ്ശൈത്വാനു സലാസ ലയാൽ. ഈ 2 ആയത്തുകൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പാരായണം ചെയ്യാൽ 3 രാവുകൾ. ഒന്നാമത് പറഞ്ഞ എന്താ? 3 രാത്രികളിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ ഇബ്ലീസ് അടുക്കുകയില്ല. രണ്ടാമത്തെ ഹദീസ് പറയുന്നു, 1 വട്ടം ഓതിയ 3 ദിവസം വരില്ല.
ആദ്യം പറഞ്ഞ ഹദീസ് 3 രാത്രി ഓതിയാൽ എടുക്കില്ല. രണ്ടാമത്തെ ഹദീസ് ഒറ്റ രാത്രി ഓതിയാൽ 3 ദിവസം എടുക്കില്ല. എങ്ങനാണെങ്കിലും നേട്ടമേ ഉള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, അത്രയും മഹത്വമുള്ള ആയത്തുകളാ മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു. ഇത് അർശിന്റെ താഴെയുള്ളതാണെന്ന അന്നബീ റളിയല്ലാഹു തആല അൻഹു ഉഅതിയതു ഹാദിഹിൽ ആയ മിൻ ആഖിരി സൂറത്തിൽ ബഖറ മിൻ കൻസിൻ തഹതൽ അർശി. അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തുള്ള ഒരു നിധിയാണെന്നാ പറയണത് ഈ ആയത്തുൽ കുർസി. അറിയുന്നവരൊക്കെ ഒന്ന് കൈ പൊക്കിക്കുക. ഈ ആയത്തും കൈ വെച്ചിട്ടാ നടക്കണ ഇടത്ത് വലത്ത്. ഈ ആയത്തെ കയ്യിൽ വെച്ചിട്ട് ഇത് ഓതാനുള്ളതാ സഹോദര. ഇതാ നിന്റെ ഒരു ആയുധമാ. ഇത് വീടിന്റെ അകത്തിരുന്ന് ഓതണം. വീട്ടിലേക്ക് പുറത്തിറങ്ങുമ്പോ ആയത്തിൽ കുർസി ഏൽപ്പിച്ച അള്ളാടെ കയ്യിൽ തവക്കൽത്തു അലല്ലാ. ഒരു കള്ളനും കയറൂല. വീട് പൊട്ടിക്കെട്ടി ഇങ്ങനെ നടക്കുക. പൂട്ടിയോ നടക്കലല്ല. ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ആയത്തിൽ കുർസി ഓതുക. ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാ. അസ്റായിലല്ലാതെ വേറെ ആരും കയറൂല. അസ്റായിൽ അതുകൊണ്ടാ പറഞ്ഞത് രാത്രി എഴുന്നേറ്റ് ചാടും. ഈ അടുത്തൊരാൾ, എൻ്റെ മോന് ഞാനിങ്ങനെ ചിന്തിച്ചു. എൻ്റെ ചിലപ്പോഴൊക്കെ വൈഫിൻ്റെ വീട്ടിലാണ് കിടക്കാറ്, മൂത്ത മോൻ സിനാൻ. അപ്പോൾ ഉമ്മ പറയാറുണ്ട് രാത്രിക്ക് ഇവൻ ചാടി എഴുന്നേക്കുന്നു. എൻ്റെ വീട്ടിൽ വരുമ്പോൾ കുഴപ്പമില്ല. എൻ്റെ കൂടെ കിടക്കുമ്പോൾ ചില കുട്ടികൾ ഉറക്കത്തിൽ എൻ്റെ ഉമ്മ പറയാറുണ്ട് ഇങ്ങനെ ഞെട്ടി ഉണരും. മോനെ എന്ന് വിളിച്ച് കിടത്താറുണ്ട്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആയത്തിൽ കുർസി ഓതിയിട്ട് ഊതുക. കൊച്ചുകുട്ടികൾ കിടന്നുറങ്ങുന്നവർ ഉറക്കത്തിൽ ആയത്തിൽ കുർസി ഓതിയിട്ട് ചുറ്റുഭാഗത്തൊരു റൗണ്ട് ഇങ്ങനെ, ചിലർ പറയുന്നു കയ്യിൽ ഊതിയിട്ട് ഇങ്ങനെ വരയ്ക്കണമെന്ന്, ചിലർ പറയുന്നു ഊതാൻ. ആയത്തിൽ കുർസി ഓതിയിട്ട് ഊതുക. അസ്റായിലല്ലാതെ വേറെ ആരും കിടക്കില്ല എന്ന് ഹദീസിൽ കാണാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ ചങ്ങാതി തടയാൻ പറ്റുമോ? എന്ത് ഓതിയാലും അസ്റായിലിനെ തടയാൻ പറ്റുമോ? അത് പറ്റൂല. അവൻ കയറി വരും. അപ്പൊ ഒരു ചെറുപ്പക്കാരെ അടുത്ത് ചോദിച്ചു, ഉസ്താദേ, ഈ മനുഷ്യന്റെ രൂപമുള്ള വീട്ടിൽ മലക്ക് കയറൂല, നായി വളർത്തുന്ന വീട്ടിൽ മലക്ക് കയറൂല, അപ്പൊ പിന്നെ അസ്റായിൽ എങ്ങനെ കയറുന്നത്? ചോദ്യം തന്നെ അല്ലേപ്പാ. എന്താ സലീം ഉസ്താദ്? നമ്മൾ പറയാറുണ്ടല്ലോ, മനുഷ്യന്റെ രൂപമുള്ള വീട്ടിൽ ആര് കയറൂല? മലക്ക് കയറുവോ? നായി വളർത്തുന്ന വീട്ടിൽ കയറുവോ? എന്തൊരു മടി. അപ്പൊ പിന്നെ അസ്റായിൽ എങ്ങനെ കയറും? ഏത് മലക്ക് കയറൂല എന്നാ പറഞ്ഞേ? റഹ്മത്തിന്റെ മലക്ക് കയറൂല. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കയറൂല എന്നാ പറഞ്ഞേ. അസ്റായിലാണെങ്കിൽ എവിടെയും കയറി ചെല്ലും. ആ ചങ്ങാതിക്ക് ഒരു ചോദ്യമില്ല, എവിടെയും കയറി പോകാൻ ലൈസൻസ് ഒന്നുമില്ല. കയറി അങ്ങ് പോകും. ഒരു ദിവസം നമ്മുടെ മുന്നിൽ വരും. നല്ലതുപോലെ കാണാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മൂസാ നബിയുടെ മുന്നിൽ കയറിപ്പോയെന്ന മൂസാ നബിയാണ് പ്രവാചകന്മാരിൽ ഏറ്റവും ദേഷ്യം. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാ. തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് എടുത്ത് ഒരൊറ്റ ഏറെറിഞ്ഞ 40 ദിവസം നോമ്പും പിടിച്ചിട്ട് അവസാനം പർവ്വതത്തിന്റെ മുകളിൽ പോയിട്ട് അള്ളാടെ കയ്യിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ തൗറാത്ത് എന്ന് പറയുന്ന കിതാബും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴാ പടച്ചനെ എടാ അതോ വിഗ്രഹത്തിന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാം കൂടെ എടുത്തെറിഞ്ഞെന്ന ദേഷ്യം. യാ യഹ്യ ഖുദിൽ കിതാബ് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ റൂഹ് പിടിക്കാൻ പോയപ്പോൾ മിണ്ടാതെ പോയിട്ട് കയറി അങ്ങ് പിടിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ റൂഹ് പിടിച്ചു. വേദന സഹിക്കാൻ ഒരൊറ്റ അടി അസ്റായിലിന്റെ മുഖത്തടിച്ചെന്ന വലത് കണ്ടിലെങ്ങാണ്ടോ ഒറ്റ അടി അങ്ങ് കൊടുത്തു. പടച്ചവന്റെ വലിയ പരാതിയായിട്ട് പോയി, അള്ളാഹ് എൻ്റെ കണ്ണ് പോയെന്ന്. അപ്പോഴാ അതുപോലെ അനുവാദം ചോദിച്ചിട്ടേ പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കാവുന്ന. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് നിധിയ, ഇത് അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തുള്ള നിധിയായി ആയത്ത്. അതുകൊണ്ട് ഇത് ഓതിയിട്ട് വേണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. ശൈത്താനിന്റെ ഉപദ്രവമില്ല. രാത്രി കിടക്കുമ്പോ ഈ ആയത്ത് ഓത്. ആയത്തിൽ കുർസി, ആമൻ റസൂല്, ഇത് ഓതിയിട്ട് കിടന്നുറങ്ങ്. അസ്റായിലല്ലാതെ വേറൊന്നും നിന്നിലേക്ക് കിടക്കില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മൻ ഖറഅ ആഖിറ സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫാഹ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ അവനിത് മതിയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരാൾ രാത്രി കിടന്നുറങ്ങുകയാ, നിസ്കരിക്കുന്നൊന്നുമില്ല, രാത്രി കാലങ്ങളിൽ ഖുർആൻ ഓതലില്ല, പക്ഷെ ഈ 2 ആയത്തുകൾ ഓതിയിട്ട് കിടന്നുറങ്ങിയ അവൻ ഇബാദത്ത് ചെയ്യുന്നവനെ പോലെ.
അവനത് മതി കൂലി കിട്ടാൻ, അവനതിന് പ്രതിഫലമുണ്ട്. ആ രാത്രിയിലെ ഉറക്കത്തിന് പോലും അള്ളാഹു പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, സ്വർഗ്ഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരോട്, അള്ളാന്റെ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നവരെ, ഈ ആയത്തുൽ കുർസി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കൂ. ഇതിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗ്ഗം നേടാ. പടച്ചവനേ, ഈ സദസ്സിലിരുന്നു കൊണ്ട് തീരുമാനമെടുത്തവർ ഈ പാവപ്പെട്ടവന്റെ ശബ്ദം കേൾക്കുമ്പോ, ഉസ്താദേ, ഇന്നു മുതൽ ഞങ്ങൾ ഈ ആയത്തുകൾ പാരായണം ചെയ്യും, ഇന്നു മുതൽ ഞങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും, തീരുമാനമെടുക്കുന്ന സഹോദരാ, അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരാ, ഖുർആൻ നാളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനുള്ള അവസരം അല്ലാഹു കൊടുക്കുകയാ. പടച്ചവനെ, പ്രവാചകന്മാർക്ക് ശഫാഅത്ത് ചെയ്യാൻ അവസരമുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, ഹജ്ജ് ചെയ്തവർ, ഖുർആൻ പഠിച്ചവർ, ഇതുപോലെ ഒരുപാട് പേർക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അവസരമുണ്ടെന്നാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനും ശഫാഅത്ത് ചെയ്യാൻ അവസരമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നാളെ ഖുർആനിന്റെ കൂടെ റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ അവസരം കിട്ടുമെന്ന പ്രവാചകൻ പറയുമ്പോ, അല്ലാഹുവിന്റെ ഖുർആൻ അത് മുറുകെ പിടിക്കണേ. ഓരോ രാത്രിയിലും മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ വാഖിയ ഓത്, സൂറത്തുൽ മുൽക്ക് ഓത്, സൂറത്തു യാസീൻ ഓത്, സൂറത്തു സജദ ഓത്. ഇതുപോലെ ഓതേണ്ട ഒരുപാട് അധ്യായങ്ങളുണ്ടല്ലോ. അത് നീ നിന്റെ ജീവിതത്തിൽ ദായിമായിട്ട് ചെയ്തോ. ചെയ്താ കിട്ടുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പടച്ച റബ്ബേ, നിന്റെ ആറടി മണ്ണ്, നിന്റെ ആറടി മണ്ണ് പ്രകാശിക്കുകയാണ്. നിന്റെ ശരീരത്തു വല്ലാത്ത സുഗന്ധമാ. പടച്ചവനേ, എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുന്നവർ, ഈ ആയത്തിനെ സ്നേഹിക്കുന്നവർ, നീ ഒരിക്കലും ഭയപ്പെടണ്ട. ശൈത്താനിനെ നിന്റെ വീടിന്റെ അകത്ത് നിന്ന് പുറത്താക്കുന്ന മനുഷ്യ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ ചാരത്ത് വരുമല്ലോ. ഈ പ്പെട്ടവന് തന്റെ മക്കളെ മുഴുവനും വിളിച്ചിട്ട് പറയുകയാ, അല്ലാഹുവേ, ഞാൻ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ, ഇബ്ലീസ് തന്റെ മക്കളെ വിളിക്കുകയാ. എന്നിട്ട് പറയുന്നു, സിറാജ് മരിക്കാൻ പോകുകയാണ്, ഇനി നിങ്ങൾക്ക് അവസരമില്ല, ഇത് അവസാനത്തെ ചാൻസാണ്, ഇത് അവസാനത്തെ ചാൻസാണ്. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അവനെ ഒന്ന് പിഴപ്പിക്കാൻ കഴിയുമോ? സിറാജ് ലോകത്തോട് വിട പറയാൻ പോകുകയാണ്. ആരെങ്കിലും അവനെ പിഴപ്പിച്ചാ നിങ്ങൾക്ക് ഞാൻ പ്രതിഫലം തരാ, നിങ്ങൾക്ക് ഞാൻ പ്രതിഫലം തരാ. ഇബ്ലീസ് തന്റെ മക്കളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ടവിടന്ന് അവർക്ക് സമ്മാനം ഓഫർ ചെയ്യുകയാ. എന്തിനെന്നറിയുമോ? മരിക്കാൻ കിടക്കുന്ന എന്റെ ഈമാനൊന്ന് തട്ടിപ്പറിക്കാ, എന്നെ ഒന്ന് പിഴപ്പിക്കാൻ ഇബ്ലീസ് തന്റെ മക്കളെ വിളിച്ചിട്ട് ഒരുപാട് ഓഫർ കൊടുക്കുമ്പോ എല്ലാവരും കിടന്നു വരികയാണ്. മരിക്കാൻ കിടക്കുന്ന എന്റെ ചാരത്ത് കിടന്നു വരികയാ. എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിക്കുന്നതിനെ തടയാർ. എന്റെ മരിച്ചുപോയ വാപ്പാടെ രൂപത്തില്, ഞാൻ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തില് എന്റെ ചാരത്ത് വന്നിരുന്നിട്ട് ഈ ലോകത്തിലുള്ള സർവ്വ വെള്ളം കുടിച്ചാലും ദാഹം തീരാത്ത സമയമാ. ഈ ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാൽ കടല് കാണുമല്ലോ, പുഴകള് കാണുമല്ലോ. ഈ ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാലും മരണത്തിന്റെ സമയത്താ മനുഷ്യന്റെ ദാഹം തീരൂല. അല്ലാഹു നമ്മുടെ ദാഹം തീർത്തു തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒരു തുള്ളി വെള്ളം കിട്ടാത്ത സമയമാ. ആ സമയത്താണ് ഇബ്ലീസ് മരിച്ചുപോയവരുടെ രൂപത്തിൽ കയ്യിൽ വെള്ളവും പിടിച്ചു കൊണ്ടുവന്ന് ഇടതുഭാഗത്തിരുന്നിട്ട് നമ്മളോട് പറയുന്നു, കുടിക്കാ വെള്ളം തരാ, കുടിക്കാ വെള്ളം
സഹോദരാ, ഒന്ന് പറഞ്ഞാ മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയരുത്. അത് പറഞ്ഞാ നീ പിഴച്ചു പോകും, അത് പറഞ്ഞാ നീ നരകത്തിൽ പോകും. അങ്ങനെ ചതിക്കാൻ നോക്കുമ്പോ രക്ഷപ്പെടണോ മുസ്ലിമേ, രക്ഷപ്പെടണോ ചെറുപ്പക്കാരാ. ജീവിതത്തിൽ ഇബ്ലീസിനെ നീ ഓടിക്കണം. ജീവിതത്തിൽ ഇബ്ലീസിനെ നിന്റെ വീടിന്റെ അകത്ത് നിന്ന്, നിന്റെ ജീവിതത്തിൽ നിന്ന് അവനെ മാറ്റി നിർത്തിയാല് ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ, ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ആയത്തുൽ കുർസി മറക്കല്ലേ. ഒരു ദിവസവും ഓതാത്ത ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ പാടില്ല. വാഹനത്തിൽ കയറുമ്പോ നീ അത് ഓതണേ, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടണ്ടേ. എത്ര പേരാ സഹോദരാ ഒരുപാട് മോഹങ്ങളുമായി കടന്നു വന്നവരല്ലേ. നാളെ രാവിലെ നാളെ ഉച്ചയാകുമ്പോ പൊതിഞ്ഞു കെട്ടി വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കുന്നത്. ഒരുപാട് പ്രതീക്ഷയുമായി വീട്ടിലേക്ക് പോകുന്ന എത്രയോ പേര് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഐസിന്റെ അകത്ത് കിടക്കുന്ന രംഗമല്ലേ സഹോദരാ. എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് മരണം വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് എപ്പോഴാണെങ്കിലും ഇബ്ലീസ് കരയണം, നമുക്ക് ചിരിക്കണം. ഇബ്ലീസ് നമ്മുടെ ഈമാൻ കണ്ടിട്ട് ഇവനെ പിഴപ്പിക്കാൻ പറ്റിയില്ലല്ലോ അല്ലാ, ഇവന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയല്ലോ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് പറഞ്ഞിട്ട് വേണം അവനെ നമുക്ക് പരാജയപ്പെടുത്താൻ. അവൻ കരയുന്നത് കാണണമെങ്കിൽ, അവൻ വേദനിക്കുന്നത് കാണണമെങ്കിൽ ആ ഇബ്ലീസിനെ നമുക്ക് കാണണ്ടേ, അവൻ കരയുന്നത് കാണണ്ടേ, അവൻ മുഖം പൊത്തിയിട്ട് കരയുന്നത് കാണണ്ടേ. ഇവന്റെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ അല്ലാ എന്ന് ഇബ്ലീസ് കരയുന്നത് കാണണമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ അവനെ വേദനിപ്പിക്കണം, അവനെ ജീവിതത്തിൽ നിന്ന് ആട്ടിയോടിക്കണം. വീടിന്റെ അകത്ത് നിന്ന് ആട്ടിയോടിക്കണം, ബെഡ്റൂമിന്റെ അകത്ത് നിന്ന് ആട്ടിയോടിക്കണം, ബെഡ്റൂമിന്റെ അകത്ത് നിന്ന് ആട്ടിയോടിക്കണം, വാഹനത്തിന്റെ അകത്ത് നിന്ന് ആട്ടിയോടിക്കണം, ജീവിതത്തിൽ നിന്ന് ആട്ടിയോടിക്കണം. അതുകൊണ്ട് ആയത്തുൽ കുർസി മുറുകെ പിടിച്ചോ. നിന്റെ ദുനിയാവും ആഖിറവും രക്ഷയാ, അത് സ്വർഗ്ഗത്തിന്റെ താഴെയുള്ള നിധിയാ. സ്വർഗ്ഗത്തിന്റെയും നിന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുമ്പോ ആയത്തുൽ കുർസി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ. ചുമ്മാതെ ഇരുന്നു കൊണ്ട് സിനിമാ ഗാനങ്ങൾ പഠിപ്പിക്കുന്നവരുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വാപ്പാ. 5 വയസ്സുള്ള 6 വയസ്സുള്ള മക്കളെ അടുത്തു പിടിച്ചിരുത്തിയിട്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം പഠിപ്പിച്ചു കൊടുക്കൂ. അല്ലാഹു സ്വർഗ്ഗം തരാമെന്ന് പറഞ്ഞത് വെറുതെയല്ല. ആയത്തുൽ കുർസി ഓതുന്നവര്, നിസ്കാരം കഴിഞ്ഞിട്ട് ഓതുന്നവര്, 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഓതിയാ അവന് സ്വർഗ്ഗം തരാമെന്ന് അല്ലാഹു വെറുതെ പറഞ്ഞതല്ല. അതിന്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കിയാ മതി. ആയത്തുൽ കുർസിയുടെ അർത്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്ക് എന്റെ പ്രിയമുള്ളവര്. നിങ്ങളപ്പോൾ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ആയത്തുൽ കുർസി മക്കളെ പഠിപ്പിക്കൂ, പാരായണം ചെയ്യൂ. അത് നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, രണ്ടാമത്തെ ആയത്തേതാ? ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുത്ത ആ 2 പ്രകാശം അതിലൊന്ന് ആയത്തുൽ കുർസിയാണ്, അതിലൊന്ന് ആയത്തുൽ കുർസിയാണ്. രണ്ടാമത്തെ ആയത്തേതാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത്തെ ആയത്തേതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബാ
എല്ലാവരും ഓതുന്ന സൂറത്താ, എല്ലാവരും ഓതുന്ന സൂറത്താ. ഓരോ ദിവസവും എൻ്റെ പ്രിയപ്പെട്ടവര്, ഞാനും നിങ്ങളും നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ ഫാത്തിഹ. എൻ്റെ പ്രിയപ്പെട്ടവരെ അറിയാത്തവരില്ലല്ലോ. ഓർമ്മ വെച്ച കാലം മുതൽ മദ്രസയിൽ പഠിക്കാൻ വരുമ്പോ അല്ലാ എഴുന്നേറ്റിരുന്ന ഫാത്തിഹ ഓതുമല്ലോ, എഴുന്നേറ്റിരുന്ന ഫാത്തിഹ ഓതുമല്ലോ. സഹോദരാ, ആ ഫാത്തിഹയുടെ മഹത്വമാ പറയുന്നത്, ആ ഫാത്തിമയുടെ മഹത്വമാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അത് പ്രകാശമാണ്, അത് നിന്റെ രോഗങ്ങൾക്കുള്ള മരുന്നാ. പടച്ചവരെ, അത് രോഗങ്ങൾക്കുള്ള മരുന്നാട്. സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം അറിയുമോ? ഹദീസിന്റെ കിതാബ് എടുത്ത് നോക്കൂ, എത്രയോ പ്രതിഫലമാണ് ഫാത്തിഹയുടെ പ്രതിഫലം. ഏറ്റവും വലിയ ശിഫാ, ഏറ്റവും വലിയ ശിഫാ ആണ് സൂറത്തുൽ ഫാത്തിഹ. അല്ലാഹു നമുക്ക് പഠിക്കാനും ഓതാനും ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ അതാണ് രണ്ടാമത്തെ പ്രകാശം. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തേപ്പാ രാവിലെ മദ്രസയിൽ കയറുമ്പോ ഫാത്തിഹ ഓതണേ എല്ലാ ദിവസവും? വേറെ സൂറത്തൊന്നും ഓതാറില്ലല്ലോ. എന്തേ കുൽഹുവല്ലാഹ് ഓതിക്കൂടെ? ഇഖ്ലാസ് ഓതിക്കൂടെ? ആയത്തുൽ കുർസി ഓതിക്കൂടെ? എന്തിനാ സഹോദര ഫാത്തിഹ ഓതുന്നത്? അപ്പൊ ഫാത്തിഹ എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതണ്ടേ? എന്തുകൊണ്ട്? അതെന്നതിന്റെ മഹത്വം. സുന്നത്താണെങ്കിലും ഫർളാണെങ്കിലും എന്ത് നിസ്കാരത്തിലാണെങ്കിലും ചിലർ 2 റക്അത്ത് കഴിഞ്ഞ് 2 റക്അത്തിൽ സൂറത്ത് ഓതണ്ട. ഇശാഇന്റെ ആദ്യത്തെ 2 റക്അത്തിൽ ഫാത്തിഹയും സൂറത്ത്, പിന്നത്തതിൽ എന്തോതിയാ മതി? ഫാത്തിഹ ഓതിയാ മതി. അപ്പം ഫാത്തിഹ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മൾ ഓതുന്നത് ഫാത്തിഹയാണ് ഒരു ദിവസം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒന്ന് മതി ഫാത്തിഹയുടെ മഹത്വം മനസ്സിലാക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 2 അധ്യായങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ, എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓതാറുണ്ട്, പക്ഷേ അതിൻ്റെ ഗൗരവവും അതിൻ്റെ പ്രതിഫലവും നമ്മൾ മനസ്സിലാക്കാറില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കി ഓതാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.